വന്നല്ലേ ഇങ്ങോട്ട് പോരെ. കൊഴപ്പില്ലെങ്കിൽ പോരെ പോരെ, സാരല്ല. നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചു കയറ്റി? ഒരു ഹൈ കിക്ക്. ഹൈക്കിക്ക് എന്റെ പ്രോഗ്രാം കാണാറുണ്ടോ? ഞാൻ ഇളക്കാൻ വന്ന ആളാണിത്. ആ ഡയറക്ടർ പേരെന്താന്ന് പറഞ്ഞു? ചാടിക്കുത്തി ചവിട്ടി മലത്തി എടുത്തുമാർ വലത്തടിച്ച് എന്നെ അടിച്ച് ഞാൻ വീണ് കണ്ണടച്ചു. നന്ദിയുണ്ട്. Good evening and welcome to Luna's Comedy Super Night powered by Gopu Nandalat G-Mart. Luna's Comedy Super Night powered by Gopu Nandalat G-Martന്റെ ഈ ചിരിയരങ്ങിലേക്ക് നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സൂരജ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? എൻട്രി ഒക്കെ ഓക്കെ ആയിരുന്നു, പക്ഷെ ഇങ്ങനെയല്ല. ഇതൊക്കെയാണോ നിന്നെ ഇത്ര ദിവസം ഇരുത്തി പഠിപ്പിച്ചത്? സുരാജേട്ടൻ ഇവിടെ ഇല്ല. അപ്പൊ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഈ കോട്ടൊക്കെ തയ്ച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആ ഒരു രീതിയില്ല, സുരാജേട്ടന്റെ കുറവ് അറിയിക്കാതെ വേണം നമ്മൾ സംസാരിക്കാൻ, മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു നോക്കേ. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ശരിയാവില്ല കേട്ടോ. എന്റെ മാഷ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ മാഷേ നീ ചെക്ക ശരിയാവില്ല കേട്ടോ. ട്യൂഷൻ ഫീസ് ഒക്കെ തന്ന് മാഷിന് അറിയാലോ സുരാജേട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ല. അപ്പൊ ആ ഒരു കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ആ ഒരു സ്റ്റൈൽ ഒന്ന് പഠിപ്പിക്കാൻ മാഷിനെ ഏൽപ്പിച്ചത്. ഒന്നും ശരിയാവില്ല. എടാ കറക്റ്റ് ആയിട്ട് നിന്നെ അവിടെ നിന്ന് പഠിപ്പിച്ച് വിട്ടതാണ് ഇങ്ങോട്ട്. എന്നിട്ട് നീ എന്താ ഇവിടെ തെറ്റിക്കണത്? അതെ മോളെ, അതെ വേറെ ടെൻഷൻ കൊണ്ടായിരിക്കും പയ്യനെ ആദ്യമായിട്ട് വന്നത് ചെയ്യണേ. അധികം സമയമില്ല, എപ്പിസോഡ് അത് ശരിയാക്കി തരാം, ഞാൻ ശരിയാക്കി തരാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞു തുടങ്ങണ്ടാണ്. കറക്റ്റ് ആയിട്ട് പറ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചത്? എടാ തിരുവനന്തപുരം ഭാഷ പറയുമ്പോ തള്ള ചേർത്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട്. 1000 തവണ പറഞ്ഞിട്ടില്ലേ? മര്യാദ പറയണ മര്യാദക്ക്. സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? സുഖങ്ങളൊക്കെ തന്നെ അല്ലേ എന്നല്ല. എടാ തിരുവനന്തപുരം ഭാഷക്ക് ഒരു താളമുണ്ട്. തള്ളേ സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ടിലേക്ക് തള്ളേ ചേർത്ത് പറയണം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിലേക്ക് തള്ളേ ഇങ്ങനെയാണോ തള്ള പറയേണ്ടത്? ഒരു പഞ്ചി പറയണ്ടേ? തള്ള ഇങ്ങനെയാണോ പറയേണ്ടത്? പിന്നെ ഞാൻ മലയാളത്തിൽ ഒരുപാട് തവണ പഠിപ്പിച്ച് വിട്ടതല്ലേ? തള്ള ഇങ്ങനെയാണോ പറയണ്ടേ? എന്താ പരിപാടി ഇവിടെ? തള്ളേ പഠിപ്പിക്കും. തള്ളേ നാണോ ഇല്ലടെ ചെറുക്കനായിട്ട് തല്ലാൻ. താൻ ഇവിടെ നിന്ന് പോയേ ഏരിയ കണ്ടുപോട്ട് പോ. ഇവിടെ എന്താ പരിപാടി? കോമഡി സൂപ്പർ നൈറ്റ് ഞാൻ കാണുന്ന പരിപാടിയാണ്. കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വന്നത്. ചോദിക്കാനുള്ളത് വേർ ഈസ് സുരാജ്? അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറയണല്ലോ. അത് പറഞ്ഞെനിക്ക് മനസ്സിലായി. അത് പക്ഷേ പറഞ്ഞ മനസ്സിലായി. സുരാജ് എവിടെ? ഞാൻ ചോദിച്ചതിന് സമാധാനം പറയും. സുരാജേട്ടൻ കുറച്ച് ദിവസമായിട്ട് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസമായി സുരാജ് വെഞ്ഞാറമൂട് ഇല്ലാതെ ഇവിടെ പരിപാടി നടത്തുന്നു. ആ പകരത്തിന് വന്ന പയ്യനാണ് അവൻ. തൽക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പരിപാടി എങ്ങനെ അവതരിപ്പിക്കുന്നു കാണിച്ചു. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ട്. അയ്യോ നീ പറയല്ലേ, ശ്വാസം മുട്ടി ചത്തുപോയത്. ഞാനൊന്ന് കേസ് കൊടുത്താലേ കുടുങ്ങി പോകും. നിങ്ങൾ ബാലവല ജയിപ്പിച്ചതിന് ചെറുക്കനെ കൊണ്ട് എതിർപ്പുണ്ട്. പറയണ്ട, എതിർപ്പുണ്ട്. പ്രേക്ഷകർക്ക് എതിർപ്പുണ്ട്. പ്രേക്ഷകർക്ക് എന്ത് എതിർപ്പ് ചേട്ടാ? നമ്മളിതിപ്പോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ ഒരാൾ പോലും ഒരു മോശം കമന്റോ ഒരു സുരാജേട്ടൻ ഇല്ലാത്ത ഒരു പ്രതിഷേധം ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ഒരു പ്രശ്നമില്ല. ചാക്കോക്ക് എതിർപ്പുണ്ട്. അതാരാ ചാക്കോ? ഞാനാണ് ചാക്കോ. ചാക്കോയ്ക്ക് എതിർപ്പുണ്ടായിട്ട് കാര്യമില്ല. പ്രേക്ഷക ലക്ഷങ്ങളുണ്ട് ഇവിടെ. അത് എല്ലാരും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എത്ര പേർക്ക് ഇതിന് സങ്കടം ഉണ്ടെന്ന് അറിയാമോ? സങ്കടമുണ്ട്, സഹിക്കാൻ പറ്റുന്ന സങ്കടമുണ്ട്. ആർക്കും അത്ര വലിയ സങ്കടം എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ ഒരാളും എന്റെ അടുത്ത് ഈ ഒരു കാര്യത്തിൽ സങ്കടം പറഞ്ഞ് വന്നിട്ടില്ല. മാത്രമല്ല പലരും പറയുന്നത് ഇപ്പൊ അശ്വതി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ സുരാജേട്ടന്റെ ആ ഒരു കുറവ് അറിയിക്കാതെ കൊണ്ടുപോകാൻ അശ്വതി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും സങ്കടമുണ്ട്. ആർക്കും അത്ര സങ്കടം? ആ പുള്ളിക്ക് സങ്കടമുണ്ട്. നോക്ക്. ഹലോ ചേട്ടാ, പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞിട്ടാ ഞാൻ പോട്ടെ. നിങ്ങളെ പറയാൻ പറഞ്ഞിട്ട് വന്നാണ്.
വന്നല്ലേ, വാ ഇങ്ങോട്ട് പോരെ. കുഴപ്പമില്ല, പോരെ പോരെ, സാരല്ല. കൈ അടിക്കാം, നമുക്കൊന്ന് കൈ അടിച്ചു കൊടുത്തേ, കുഴപ്പമില്ലല്ലോ. വരൂ. ആ നമസ്കാരം. വല്ലാത്ത ചതിയായി പോയി കേട്ടോ. എന്തു ചതി? ഞാൻ ഇല്ലാത്തോണ്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിപ്പിക്കണം ഞാൻ കണ്ടല്ലോ. അത് ചേട്ടന്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഓരോ ദിവസം കഷ്ടപ്പെട്ട്. എന്റെ കുറവ് പരിഹരിക്കാനാണ് ഇത്രയും പൊക്കം കുറഞ്ഞ ഒരാളെ കൊണ്ടുവന്ന്. അല്ല അതല്ല, ഇത് അവന്റെ പയ്യനല്ലേ പേരെന്താ? ചേട്ടാ. എന്താ പേര്? സൂരജ്. ആ സൂരജ്. എന്റെ അതേ പേരുള്ള ഒരാളിനെ തന്നെ കൊണ്ടുവന്നേക്കുന്നു. പല ചേട്ടാ, അത് എപ്പിസോഡുകളും ഞാൻ കണ്ടു. അവൻ കരയാതിരിക്കാൻ വേണ്ടിട്ട്, അവൻ കുഞ്ഞല്ലേ, അവനൊരു കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ സ്റ്റേജിൽ കയറുന്ന ഒരു ആഗ്രഹം പറഞ്ഞപ്പോ. ഇത് കുഞ്ഞാ, 21 വയസ്സായത്. എടുത്ത് ഒക്കത്ത് വെക്കണൊക്കെ കൊള്ളാം. അടാ ഇതാണോ കുഞ്ഞ്? അശ്വതി, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ദാ, നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്? അശ്വതി. അശ്വതി. അപ്പൊ ഞാനിവിടെ ഇല്ലാത്ത തക്കം നോക്കി ഓരോരുത്തരെ കൊണ്ടുവന്ന് ആങ്കർ ചെയ്ത് അങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി സൂയിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. അതൊന്നും നടക്കൂല. ഞാൻ ഇത് വിട്ടു പോകുന്ന പരിപാടിയില്ല. നമ്മൾ തന്നെ ചേട്ടാ, നമ്മൾ തന്നെ. അല്ല ഇവിടെ ഇറങ്ങിപ്പോ. ഇതാരടാ ഈ കോട്ടിട്ട്? അശ്വതി ചേച്ചി. ഊറാ കോട്ട്. കോട്ട് ഊരടാ. അവിടെ ഇട്. ആ ഊരടാ. ഇത് ഇതെന്താടാ ഇത്? ടൈ. ടൈ ടൈ. ഊരാ കോട്ട്. ടൈ ഊര. ഷട്ടൂറ. ആഹാ, ഞാൻ ഇല്ലാത്ത സമയത്ത് നിനക്കൊക്കെ ഇവിടെ കയറി ആങ്കർ ചെയ്യേക്കാം അല്ലേ? ആ മതി, നീ പാൻറ് ഊര്. ഊരാ പാൻറ്. ഞാൻ ഇവിടുന്ന് പോണം. ആ അത്രേ ഉള്ളൂ. എന്നാ ഇതെല്ലാം എടുക്കോ. ഇതെല്ലാം എടുത്തോ. ഇതെടുത്തോ. ഞാൻ പോക്കോളാം. ആ നീ പൊക്കോ. പോടാ. ഒരിക്കൽ കൂടി നമസ്കാരം. കാരണം ഒരു 3-4 എപ്പിസോഡ് എനിക്ക് വരാൻ സാധിച്ചില്ല. വേറൊന്നുമല്ല, അതിന് കാരണങ്ങളുണ്ട്. അത് റാഫി സാറിൻ്റെ തിരക്കഥയിൽ ഷാഫി സാർ സംവിധാനം ചെയ്യുന്ന 2 കൺട്രീസ് എന്ന ദിലീപ് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് കാനഡയിൽ പോകേണ്ടി വന്നുള്ളത് കൊണ്ടാണ് എനിക്ക് എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഇനി പോകുന്ന പരിപാടിയില്ല. ഞാൻ അങ്ങോട്ട് പോയി ഒരു 3-4 എപ്പിസോഡ് ആയപ്പോഴത്തേനും പുതിയ ഓരോ ആൾക്കാരും കൂടെ കൊണ്ടുവന്ന് അണിയിച്ചൊരുപ്പിക്കും ഇതിനകത്ത് കയറ്റുകയാണ്. സമ്മതിക്കില്ല, മരിച്ചാലും ഞാനിത് വിട്ടുതരില്ല. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കാനഡയിൽ നിന്നുള്ള ഓരോ അപ്ഡേറ്റ്സും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാനഡയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഓരോ എപ്പിസോഡിലായിട്ട് ഓരോ കഥകളായിട്ട് പറയാം. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ബ്ലാക്കിനെ കല്യാണം കഴിച്ചു. ആ അതാണ് സിനിമയിൽ, ഒറിജിനലായിട്ടല്ല. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയത് സത്യം. അതിൽ ഒരു സീക്വൻസ് ഉണ്ട് ആ സിനിമയിൽ. അതിൽ ദിലീപേട്ടൻ പിന്നെ നമ്മുടെ നായികയെ എടുത്തിട്ട് ഇങ്ങനെ കറക്കും. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കറക്കുന്നതാണ്. പക്ഷെ എൻ്റെ ഭാര്യയായിട്ട് അതിൽ ആഫ്രിക്കൻ ലേഡിയാണ്. ആഫ്രിക്കൻ ലേഡി എന്നെ എടുത്തിട്ട് 82 കിലോ വെയിറ്റ് ഉണ്ട്. അവരിങ്ങനെ എടുത്തിട്ടേ പമ്പരം മുല്ലിട്ട് റോൾ ചെയ്തിട്ട് അങ്ങ് തറയിലാക്കി. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഇതല്ല വരാൻ കിടക്കുന്നേ ഉള്ളൂ. വീട്ടിലിരുന്ന് കുറച്ചും കൂടെ ഫ്രെയിം ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ആദ്യം പ്രേക്ഷകരുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് അറിയാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഗസ്റ്റുകൾ റെഡി ആണെങ്കിൽ ആദ്യം അവരോട് കഥ പറയാം. ആ കഥയും പറയുന്നതിന് മുമ്പ് എന്താ മീശയുടെ പിന്നിലുള്ള രഹസ്യം? മീശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്ത പടം പുലിമുരുകൻ എന്ന സിനിമയാണ്. ലാലേട്ടനാണ് ഹീറോ, വൈശാഖാണ് സംവിധാനം, തിരക്കഥാകൃത്ത് ഉദയൻ ചേട്ടനാണ്. അപ്പോൾ അതിൽ ഒരു വേഷമാണ്. പേര്, ഈ ക്യാരക്ടറിന്റെ പേര് ഇങ്ങനെയൊന്നുമല്ല, അപ്പിയറൻസ് വേറെയാണ്. തൽക്കാലം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇതുണ്ട്. ഇനി വേറെ കുറെ സംഭവങ്ങളൊക്കെ ഇതിൽ കൂടി. എന്തായിരിക്കും ക്യാരക്ടറിന്റെ പേര്? ഉദ്ദേശം ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്ത് തോന്നും? ലാലേട്ടനാണെങ്കിൽ നമുക്ക് പുലിമുരുകൻ എന്ന് വിളിക്കായിരുന്നു. ലാലേട്ടൻ പുലിമുരുകനാണ്. മുരുകൻ. ഞാൻ ശംഭു അല്ല. യെസ്, ഏകദേശം അതുപോലെയൊക്കെ തോന്നും. പേര് കേട്ടാൽ ആരും ചിരിക്കരുത്. പൂങ്കായി ശശി. പൂങ്കായി എന്ന് പറയുന്ന ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ശശി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഇനി കൂടുതൽ വലിച്ചഴിക്കാതെ തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. പറയൂ, ഇന്നത്തെ ഗസ്റ്റ് ആരൊക്കെയാണ്? നമുക്കിന്ന് 2 പേരാണ് ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. മലയാള സിനിമയിലെ യുവ പ്രതിഭകളാണ് അവർ 2 പേരും. ഒരാളെ ഞാൻ സ്വാഗതം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ, അതായത് ഒരു തറവാട്ടിൽ തന്നെ ഉണ്ട് കിടിലം ആക്ടേഴ്സ്. അപ്പൊ ആക്ടേഴ്സ് കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന ഒരു യുവ പ്രതിഭയാണ് മക്ബൂൽ സൽമാൻ. ഒപ്പം മലയാളത്തിന് ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടി ഇപ്പോൾ തെന്നിന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും നിറഞ്ഞ സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ അഞ്ജന മേനോൻ.
കയറിക്കുമാറ് ആറ് ஆடை விட்டு நீரி முந்தன் அழகுகள் துள்ள சொக்கி 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 நிற்கிறேன் ஒழித்து மறைத்த வளத்தை எடுக்க தேடல் தேடல் നമസ്തേ. അടിപൊളി ഡാൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രണ്ടുപേരോടും കൂടെയാണോ ചേട്ടാ പറഞ്ഞേ? ഒരാള് ഇദ്ദേഹം പിന്നെ കളിച്ചില്ലല്ലോ, എന്നാലും നന്നായിട്ട് കൂടെ വന്നത് നല്ല അടിപൊളി സ്റ്റൈലായിരുന്നു. എന്തുണ്ട് അഞ്ജന വിശേഷം? നല്ല വിശേഷം. എൻ്റെ പടം ഹൈ അലേർട്ട് 14-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നു. അതാണ് ഏറ്റവും വലിയ വിശേഷം ഇപ്പോൾ. ഹൈ അലർട്ട്. ഹൈ അലേർട്ട്. അതിൽ തന്നെ വലിയ പുതുമയെന്ന് പറയുന്നത്, വളരെ സന്തോഷം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സിന് തന്നെ ഏറ്റവും പിന്നെ ഗുണകരം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, എത്ര ഭാഷയിലാണ്? 4 ഭാഷയിൽ. 4 ഭാഷയിലാണ്. 4 സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ്. ആ, നായകനാരാ? നായകൻ മഹാദേവ് എന്ന് പറഞ്ഞ ആളാണ്, തെലുങ്ക് ആക്ടർ. തെലുങ്ക് ആക്ടർ. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനി മറ്റൊരു നായകൻ ഇവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ സിനിമയിലെ നായകനല്ല, മറ്റൊരു സിനിമയുടെ നായകനാണ്. ഒന്നല്ല, ഒരുപാട് സിനിമകളിലെ അടുത്തോട്ട് വരട്ടെ. ഞാനും മക്ബൂലുമായിട്ട് ഒരുമിച്ച് അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഐ ലവ് യു. ഇപ്പോൾ റിലീസാകാൻ പോകുന്ന ചിത്രം ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത് കേരള ടുഡേ. കേരള ടുഡേ. അതിലെന്താണ് സംഭവം? അതിൽ ഞാനൊരു ഗുണ്ടയാണ്. ഇവരുടെ രണ്ടുപേരുടെ ആദ്യ സിനിമ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യ സിനിമ ഏതാണ്? ട്രാഫിക്. ട്രാഫിക്. ട്രാഫിക്കിൽ ഇദ്ദേഹമാണ് അപകടം ഉണ്ടാക്കുന്നത്. അവിടെ നിന്നാണ് സിനിമ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ട്രാഫിക്. ഇനി നമ്മുടേത് അസുരവിത്ത്. ഹീറോ ആയിട്ട് ഫസ്റ്റ് മാറ്റിനി. ഹായ്, ഇവരുടെ കുടുംബത്തില് എല്ലാം സിനിമയായിട്ട് ബന്ധപ്പെട്ടാ വരുന്നത്. ദുൽഖർ സൽമാൻ സെക്കൻഡ് ഷോ, ഇദ്ദേഹം മാറ്റിനി. കൊള്ളാലോ. ഇനി പശു ആരാ? ഇനി പശുവിടെ സിനിമയായിട്ട് വരുന്നത് എൻ്റെ മകനായിരിക്കും. മകൻ. അത് ശരി. അപ്പൊ ഇതൊന്നും നിർത്തില്ല, ഫുൾ ഫാമിലി നിങ്ങൾക്ക് തന്നെ സിനിമ കംപ്ലീറ്റ്. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല, വിചാരിച്ചു ഞങ്ങളൊരു ഭാഗം ആയിട്ട് ഇങ്ങനെ നോക്കണം. ആണോ? വിചാരിച്ചോണ്ട് ഇപ്പൊ എന്താ തെറ്റല്ലേ? ഒരു തെറ്റുമില്ല, എല്ലാവർക്കും ആഗ്രഹിക്കാലോ. അല്ല, ദൈവം കൊടുക്കുന്ന പിന്നെ അല്ലേ. ഓക്കെ, നമ്മുടെ വിശേഷങ്ങൾ. അതിനുശേഷം ഈ ട്രാഫിക് അന്ന് ഉണ്ടായ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും സിഗ്നൽ കട്ട് ചെയ്ത് പോയപ്പോഴാണ് ആക്സിഡന്റ്. അഞ്ജലി ഇല്ലെങ്കിൽ ട്രാഫിക് എന്ന് പറഞ്ഞ പടമില്ല. പടമില്ല, അതാണ്. ആ സ്റ്റോറി ഫുള്ള് നറേറ്റ് ചെയ്യുന്നത് അഞ്ജനയാണ്. ഓക്കെ, അഞ്ജന ശരിക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ സിഗ്നൽ കട്ട് ചെയ്തൊക്കെ പോയിട്ടുണ്ടോ? ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം. ഒരുപാട് പ്രാവശ്യം. ഇത് കേട്ടോണ്ടിരിക്കുന്ന എത്ര ലക്ഷം ജനങ്ങളാണെന്നറിയോ? ഞാൻ ഒരു കൺഫെഷൻ ആയിട്ട് അത് പറയുന്നു. ഒരുപാട് തവണ ഇനി സിഗ്നൽ തെറ്റിക്കാതെ ഞാൻ മാക്സിമം നോക്കാം. കാരണം ഞാൻ ഒരു പോലീസ് ഓഫീസറിന്റെ റോൾ ചെയ്തു. അപ്പോൾ അതിന്റെ എനിക്കൊന്ന് ലിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി കുറച്ചും കൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആവാൻ നോക്കാം. ഓ, അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വേഷമാണ് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ ഫൈറ്റ് ഒക്കെ വേണ്ടി വന്നിട്ട് കാണുമല്ലോ. ആക്ഷൻ ഉണ്ടായിരുന്നു. ആക്ഷൻ ഉണ്ട്. ഒരു ഡോൺ അഗേൻസ്റ്റ് ഒരു ആക്ഷൻ സീക്വൻസ്. എനിക്ക് വയ്യ, കുറെ നാളായി മലയാളത്തിൽ ഒരു വിജയശാന്തി മലയാള സിനിമയിൽ ഇതാ വീണ്ടും ഉടലെടുക്കുന്നു. അഞ്ജന, എങ്ങനെ സ്റ്റണ്ട് ഒന്ന് ഇവിടെ ചെയ്യാവോ? ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് കളരി അഭ്യസിച്ചിട്ടുണ്ട്. കളറിയൊന്നുമില്ല, ഒരു ഹൈ കിക്ക് ചെയ്യാം. ഹൈ കിക്ക്. എന്റെ നേരെ ശരി, ഇല്ല ഒന്നുകൂടെ ചോദിച്ചോട്ടെ, എന്റെ പ്രോഗ്രാം കാണാറുണ്ടോ? അല്ല, ഇത് കണ്ടിട്ട് അറിഞ്ഞു വെച്ചിട്ട് എന്റെ ഇങ്ങനെ കാല് വലിച്ചടിക്കുമ്പോഴേ ഇതിന്റെ മേളിൽ പോയാൽ എന്റെ കവിളിലെങ്ങാനും അടിക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ അടിക്കുമ്പോ നോക്കി അടിക്കാറുള്ളൂ. ഇത് അല്ല, ഈ ഹൈറ്റ് പോവോ? ഉറപ്പ്? ഓക്കെ, അത് ഞാൻ തരണോ? ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ആ, ഒരു ഫൈറ്റ് സീക്വൻസ്, 2 ചേസ് സീക്വൻസ്. ചേസിൽ ഓൾമോസ്റ്റ് ഒരു 3-4 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടേണ്ടി വന്നു ആ ഷോർട്സ്, പല ഷോർട്സും കിട്ടാനായിട്ട്. ഞാൻ റിലീസ് മാറ്റി വെക്കാൻ പറഞ്ഞാൽ ഈ പടം ഇത്രയും വലുതാന്ന് ഞാൻ വിചാരിച്ചു.
ചേസ് ഇതെല്ലാം ഉണ്ട്. പറയേ, രണ്ടുപേരുടെയും റിലീസ് ടൈം ഒരുമിച്ചാണ്. ഒരുമിച്ച് ഓരോ ദിവസം ഒരേ ദിവസമാണ്. ഒരേ ദിവസം. അയ്യോ, ഇതിപ്പോ ആരുടെ സ്റ്റണ്ട് കാണാൻ പോകും? അത് പിന്നെ അഞ്ജന മേനോന്റെ പടം തന്നെ കാണും ഫസ്റ്റ്. അല്ല അല്ല അല്ല, മക്ബൂലിന്റെ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ജന ചെയ്താണ്ടോ ഇത്രയും കാലം എനിക്ക് തന്നെ പൊക്കാൻ പറ്റില്ല. മലയാളത്തിൽ മാറിക്കഴിഞ്ഞാൽ തമിഴ് കാണാം, തെലുങ്ക് കാണാം, ഹിന്ദിയിൽ കാണാം. മലയാളത്തിൽ ആദ്യം കാണണം. എന്റെ ഒരൊറ്റ ലാംഗ്വേജേ ഉള്ളൂ. തീർച്ചയായും. ആദ്യം പോയി. തീർച്ചയായിട്ടും മക്ബൂലിന്റെ സിനിമ കേരള ടുഡേ കാണാനും ആൾക്കാർ തിയേറ്ററിലുണ്ടാവും. പാട്ട് പാടും അല്ലേ? പാടും പാടും. ഡാൻസ് ഇല്ല. ഡാൻസ് ഇപ്പൊ നമ്മൾ സസ്പെൻസിൽ വെക്കാം. ഓക്കെ, അപ്പൊ പാട്ട്. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും മയമ്പുമുണ്ടോ ആനം വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. സൂപ്പർ സൂപ്പർ. ശരിക്കും പറയേ, വണ്ടിരുത്തി ബ്രിഡ്ജിലെങ്ങാനും പാടിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കൈക്കുടം ബ്രിഡ്ജ്, വണ്ടിരുത്തി ബ്രിഡ്ജ്, അങ്ങനെ ഏതെങ്കിലും പാടിയിട്ടുണ്ടോ? പാടാനൊരു ഉദ്ദേശമില്ല അതില്ല. മക്ബൂലിന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ഞാൻ എന്ന് കണ്ടു കഴിഞ്ഞാലും ചോദിക്കണം എന്ന് പാട്ട് പാടാൻ മാത്രം വിചാരിച്ചു. പറയുന്നത്. അതൊന്നും ഇല്ലെന്ന്. നമ്മൾ വേറെ വിശേഷം വരാം. നമുക്ക് ഞങ്ങളുടെ വേറെ ഒരുപാട് വിശേഷമില്ല. പ്രേമമുണ്ട്, പ്രേമം. പ്രേമം. അതൊക്കെയാണ് ഇപ്പൊ ഇൻട്രസ്റ്റ്. പ്രണയിക്കുന്നുണ്ടോ? അതൊക്കെ അറിയാനാണ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. പ്രണയിക്കുന്നുണ്ടോ? കൺഫേം ആക്കാറായിട്ടില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൺഫേം ആവട്ടെ. എത്രയും പെട്ടെന്ന് കൺഫേം ആവട്ടെ. നമ്മുടെ അവിടെ അമ്മ എവിടെ? അഞ്ജനയുടെ അമ്മ. അമ്മയ്ക്കൊന്നും അറിയില്ലത്. ഇത് വളരെ രഹസ്യമായിട്ട് വെച്ചേക്കാണ്. ആരും പരസ്യമാക്കരുത്. അഞ്ജനയ്ക്ക് പ്രണയം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നോക്കും ആളെങ്ങനെ പോകുന്നു എന്നുള്ളത് അല്ലേ. ഈ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തതാണോ അതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണോ? ഇപ്പൊ ഉത്തരം കിട്ടും. ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? ഉഗ്രം ചോദ്യം. സിനിമയിൽ തുടങ്ങിയതാണോ അതിന് മുമ്പേ തുടങ്ങിയതാണോ ഈ സിനിമയ്ക്ക് ശേഷം തുടങ്ങിയതാണ്? ഓക്കെ, സക്സസ് ആവട്ടെ. പ്രാർത്ഥിക്കുക. ആരാന്ന് പറയില്ല. ആ ഡയറക്ടർ പേരെന്താന്ന് പറഞ്ഞു? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. നമ്മുടെ സിനിമയുടെ ഡയറക്ടറുടെ പേരെന്താന്ന് പറഞ്ഞു? അങ്ങനെ പാവം ഒരു മനുഷ്യൻ. അയ്യോ, സാറിന്റെ പേര് പറയാ. പേര് പറയാ. നിങ്ങളെന്തിനാ അതിൽ തൂങ്ങുന്നത്? എന്റെ ഇപ്പൊ ചെയ്ത പടത്തിന്റെ ഡയറക്ടറുടെ പേര് ചന്ദ്ര മഹേഷ്. ചന്ദ്ര മഹേഷ് വളരെ നല്ല വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയാണ്. വളരെ ഞാൻ ശരിക്കും റെസ്പെക്ട് ചെയ്ത് നമിച്ചു പോയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. എന്തുകൊണ്ടാണ് ഈ നമിച്ചു പോയത്? പിന്നെ അഞ്ജനെ വെച്ചിട്ട് സിനിമ ഡയറക്ട് ചെയ്തുകൊണ്ടാണ്? ഏത് രീതിയിലാണ് നമിച്ചു പോയത്? അതും ഒരു റീസൺ ആണ്. പറയൂ, നമ്മുടെ പ്രണയം ഇതുവരെയായി മക്ബൂൽ? ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും സ്റ്റിൽ സെർച്ചിങ് ആണ്. അതെന്തൊരു സെർച്ചിങ്ങാ? ഇറച്ചിയല്ല, സെർച്ചിങ്. On the lookout. ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളാണ് തപ്പാറ് സാധാരണ? സത്യം പറഞ്ഞ എങ്ങനെയോ അബദ്ധം വെച്ച ഒരു ഡയലോഗ് അവിടെ നിന്ന് വന്നുപോയി. നമുക്ക് ഇവരുടെ വിശേഷങ്ങൾക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഗസ്റ്റ് സീറ്റിലേക്ക് വിടാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഈ സ്റ്റേജിൽ ഇനി എന്താ നടക്കാൻ പോകുന്നത് കാണാം. ഓക്കെ. ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണി. ഇതെന്തേ പതിവില്ലാതെ ഇവിടെ വന്നിക്കണം? എന്തോ കാര്യമുണ്ട്, അല്ലാതെ ഇവിടെ വന്നിരിക്കല. എന്താടാ? ഒന്നുമില്ലടാ, എനിക്കിവിടെ വെറുതെ നിൽക്കാൻ പാടില്ല. നീ വെറുതെ നിക്കണതിനാ? നീ ബൈക്കുമായിട്ടൊക്കെ കറങ്ങണല്ലേ? നീ പിന്നെ വെറുതെ ഇവിടെ നിൽക്കണതിന്റെ ബൈക്കൊന്നും ഇല്ലാതെ? ബൈക്കിന് നടുവേന. ബൈക്കിന് നടുവേദന? ബൈക്കിൽ നടുവേനല്ല, ബൈക്ക് ഓടിച്ച് എനിക്ക് നടുവേന എടുക്കും. മൊത്തത്തിൽ നിനക്കൊരു വെപ്രാളം, എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നീ എവിടെ പോയിട്ട് വന്നാ? ഞാൻ ജോലിക്ക് പോകാനായിട്ട് വന്നു. ജോലിക്ക് പോയാ പോരെ? ഇവിടെ എന്ത് നിൽക്കണം? ജോലിക്ക് പോകാം, പക്ഷെ നിന്നെ ഈ ഏരിയയിൽ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. എന്താ നീ കാര്യം പറ? എന്താന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഇവന്റെ ഇപ്പൊ കണ്ടിട്ട് എന്തോ ഒരു പന്തി കേടില്ലേ? എന്തോ പന്ത് കേടും? ഒരു പന്ത് കേടുമില്ല. എന്തോ കാര്യമുണ്ട്, അല്ലാതെ ഇവനിങ്ങനെ നിൽക്കല. എടാ, ഇവിടെ കിടന്ന് ചുറ്റിക്കളിക്കല. എന്തോ ഒരു പെണ്ണ് കേസുമായിട്ട് കിടന്ന് കറങ്ങണമെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. നീ സത്യം പറയുന്നതാണ് കേസ്. ഞാൻ ഒരു കാര്യം പറയാം. ദിവസേന പിങ്ക് ചുരിദാറിട്ടൊരു പെണ്ണ്. ദിവസേന അല്ല, എല്ലാ ദിവസവും പിങ്ക് ചുരിദാറിന്റെ പെണ്ണുണ്ടല്ലോ.
എന്താടാ? എല്ലാ ദിവസവും പിങ്കി ഒരു നാരണ വെണ്ണെന്നൊക്കെ ഒരു വൃത്തിയില്ലാത്ത അങ്ങനെയല്ല, ഒരു ദിവസം ഞാൻ ആ പെണ്ണ് ആദ്യമായിട്ട് കാണുമ്പോൾ പിങ്ക് ചുരിദാറിട്ടത്, പിന്നെ പച്ച ചുരിദാറിടും, മഞ്ഞ ചുരിദാറിടും, കറുപ്പ് ചുരിദാറിടും, കാപ്പി ചുരിദാറും. അതെ, ഈ പിങ്ക് ചുരിദാറിന്റെ പെണ്ണിന്റെ പേരെന്താണ്? പിങ്കി. കാണാൻ മങ്കിയുടെ ഷേപ്പ്. അതല്ലടാ, നല്ല ഐശ്വര്യമുള്ള പെങ്കുച്ചി. ആണോ? ആ പെങ്കുച്ചിനെ കണ്ടിട്ട് വേണം എന്റെ മനസ്സിലെ ആഗ്രഹം അങ്ങ് പറയാനായിട്ട്. എന്താഗ്രഹം? എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാമുകനാണല്ലേ? എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും ഞാനിന്ന് ലീവാണ്. നീ എന്തിനാ ലീവ് എടുക്കുന്നത്? അല്ല, നീ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോ കൂട്ടുകാരൻ കൂടെ വരും. പെണ്ണിനെ ഞാൻ നേരത്തെ കണ്ടാണ്, എന്റെ കാര്യം തുറന്നു വിളിച്ചോ. നീ പോ. എന്തായാലും ആ പെണ്ണ് വരുമ്പോ ഒരു കൂട്ടുകാരൻ കൂടെ ഇരിക്കണം, നല്ലതാണ്. കൂട്ടുകാരന്റെ ആവശ്യമില്ല എനിക്ക്. ആ പെണ്ണ് വരട്ടെ, ഞാൻ കണ്ടിട്ട് പോയിക്കോളാം. എന്റെ പൊന്നോ, പറഞ്ഞിട്ടാ പെണ്ണ്. നീ ഉണ്ടായിരുന്നേ, പെണ്ണ് വന്നിട്ടുണ്ട്. എന്താ ഭയങ്കര ഇഷ്ടപ്പെട്ട ആഴ്ചകളോളം കണ്ടെന്ന് പറഞ്ഞു. ഞാൻ സഹിച്ചോളാം. ഞാൻ ചേർച്ചയില്ലട്ടോ. ചേർച്ചയില്ലെന്ന് എനിക്ക് പറ്റിയ ചേർച്ചയുള്ള പെണ്ണത്. നീ നിന്റെ കാര്യം നോക്കി നീ പോയി. നിങ്ങളുടെ ഒരു കാര്യം ചെയ്യ്. എന്താണ്? നിന്റെ ചേട്ടനോട് ജോലിയാണ്? എന്റെ ചേട്ടൻ ബാങ്കില്, ചേച്ചിയാ കസ്റ്റംസില്, അച്ഛൻ റിട്ടയർഡ് അല്ലേ? ഹെഡ് മാസ്റ്റർ, അമ്മ ടീച്ചർ. നല്ല തറവാടല്ലേ? കോഴിക്കട ഫേമസ് ആണല്ലോ. അല്ലേ? അതെ. ഈ പെണ്ണിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഞാൻ തിരക്കിയാണ്. എന്നിട്ട് ലോക്കലാണ്. ഇതൊക്കെ വാടക കിട്ടേണ്ട നടക്കണം. ഇപ്പൊ കാലഘട്ടത്തിൽ കുടുംബ മഹിമെന്ന് ആരും നോക്കിയല്ല. എന്റെ കുടുംബത്തിന് മാത്രമുണ്ടല്ലോ, അതുകൊണ്ട് എന്റെ മഹിമ മതി. കുടുംബ മഹിമ ഇതാണ്. ചില തറകൾ ജനിക്കുമെന്ന് പറയണത് ഇതാണ്. ആവശ്യമില്ലാത്ത വർത്തനം പറയല്ല കേട്ടോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീയായിട്ട് ഒട്ടും ചേർച്ചയില്ല, ഞാനായിട്ടാണെങ്കിൽ ഭയങ്കര ചേർച്ചയാണ്. നല്ല സിങ്കാണ്. എങ്ങനെ? നിനക്കറിയാല്ല, എന്റെ വീടെന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു. വീട് ഏതില്ല? ഇല്ലോന്ന് പറഞ്ഞാൽ വീടില്ല, വാടകല്ലേ താമസിക്കണം. വാടക ഞങ്ങൾ നല്ല സിങ്കാണെന്ന് പറയുന്നത് കറക്റ്റല്ലേ? അപ്പൊ എന്തായാലും എനിക്കിഷ്ടായി. ഇഷ്ടമല്ല? എനിക്കിഷ്ടായി. ഞാൻ ചെന്ന് പറയട്ടെ? നീ എന്തിനാ പറയണ? എന്റെ ഇഷ്ടം ഞാൻ ചെന്ന് പറയാം. നീ ഇങ്ങോട്ട് നീ എന്ന് പറയണ്ട, അത് എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ്, ഞാൻ പോയി പറയും. എനിക്കിഷ്ടായിരുന്നു. നീ ഒന്നും ഉണ്ടായിരുന്നു, ഞാൻ ചെന്ന് പറഞ്ഞോളാം. ഞാൻ പറയൂടാ പെണ്ണ്. എന്താണ് ഒരു നല്ല കാര്യത്തിന് മുമ്പ് പുറകെ വിളിക്കുന്നത്? അതുകൊണ്ടല്ല. ഒരു പെണ്ണിനോട് നീ മുമ്പ് പ്രേമം പറഞ്ഞിട്ടുണ്ടാ? പറഞ്ഞിട്ടില്ല. ഇല്ലല്ല. അപ്പൊ ഒരു പെണ്ണിനോട് നമ്മൾ പ്രണയം അറിയിക്കാൻ ചെല്ലുമ്പോ നമ്മുടെ കൈകാലൊക്കെ വിറക്കും, മുട്ട് കിടന്ന് കൂട്ടി. എനിക്കൊരു കുഴപ്പമില്ല. വരട്ടും പെട്ടെന്ന് ചോദിക്കണതിന് മറുപടി പറയാൻ പറ്റില്ല. പേരൊക്കെ മറന്നു. ഞാൻ മറക്കല പേര്. എന്താ നിന്റെ പേര്? സുരേഷ്. അതെന്റെ പേര് സനു. മനു. ആകണ്ട, ഇതാണ് പറഞ്ഞ കൺഫ്യൂഷൻ. എനിക്ക് വേണമെന്നില്ല, നീ എന്നെ പറ്റിക്കല്ലേ. എന്തിനാണ് ഞാനൊരു വിളക്കുള്ള മാറി ഞാൻ പെണ്ണോട് പറയും. എന്താടാ? ചിലപ്പോ പെട്ടെന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിക്കും. അച്ഛനമ്മ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അച്ഛന്റെ പേരൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. അത് പഠിച്ചു പോയി. അച്ഛന്റെ പേര് ഞാൻ മറക്കുന്നില്ല. അച്ഛന്റെ പേര് രാവങ്കോണ്ടാർക്ക്. അത് എന്റെ അച്ഛന്റെ പേരില്ലേ? കൺഫ്യൂഷൻ ആണല്ലോ. ദൈവം പഠിക്കാൻ പോയി ഞാൻ ചോദിക്കും. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല മോനെ. ചെല്ലടാ. എന്താണ് വിളിച്ചത്? എന്താ വിളിച്ചത്? ആര് വിളിച്ചു? ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിച്ചില്ല. ഇത് എന്താണിത്? കാക്കക്കൂട് പോലെ മര്യാദ വൃത്തിയായിട്ടൊക്കെ ചെല്ലി. ഞാൻ പെണ്ണോട് പറയാം. ചെല്ലി. അതെ, ഇവിടെ അധികാരം നിക്കട്ടെ, അങ്ങോട്ട് അവിടെ പോയി കേട്ടോ. കുട്ടി, കുറച്ച് നാളുകളായി കുട്ടിയുടെ ഒരു കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കും. എന്താ ചേട്ടന് പറയാനുള്ളത്? വൃത്തികെട്ടവനെ, നീ ആ പെണ്ണ് അപ്പോഴത്തേക്കും പറഞ്ഞു വിട്ടില്ല. അത് പോയി, നീ വേണം അതിന്റെ പുറകെ. ഞാൻ സ്നേഹിക്കണമെന്ന് നീ പറഞ്ഞു വിട്ടല്ലേ? നീ പൊക്കോടാ. അങ്ങോട്ട് പോയി. എനിക്ക് വേണ്ടിയൊന്നുമില്ല. തീപ്പെട്ടി ഉണ്ടോ? വീഡിയോ ഞാൻ ചോദിച്ചോളാം. ഒരു സിഗരറ്റ് തരാമോ? എനിക്ക് എന്താ വേണ്ടത്? എനിക്കൊരു സവാളോടെ ചായ വേണം. ഞാൻ മസാല ദോശ കഴിച്ചിട്ട് വരാം. ഞാൻ പെണ്ണെടുത്തു. അതെ, എനിക്ക് കുട്ടീനെ വളരെ ഇഷ്ടമാണ്. കുട്ടീനെ കല്യാണം കഴിക്കുന്ന അതിയാ ആഗ്രഹം കൊണ്ട് കുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് എനിക്ക് അതായത് ഞാൻ പറഞ്ഞോളാം. കുട്ടീനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഡെയിലി കുട്ടിയുടെ പുറകെ നടക്കുന്നത്. എനിക്ക് കുട്ടീനെ വിവാഹം കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. കുട്ടിക്ക് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ താല്പര്യമാണോ? ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം എന്നോടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ പോയി സംസാരിക്കുക. എന്റെ അച്ഛനമ്മയും ചൂണ്ടിക്കാട്ടിനാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. പിന്നെ അങ്ങനെയൊന്നും പറയല്ലേ. അച്ഛനമ്മ കുരങ്ങനെ ചൂണ്ടിക്കാണിച്ച കുരങ്ങനെ കല്യാണം കഴിക്കും. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഒരു കുരങ്ങ് വിവാഹാഭ്യർത്ഥന നടത്തണോണ്ട് ഞാൻ പറഞ്ഞു. അതെ കുട്ടി, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കുട്ടിയുടെ വീട്ടിൽ വന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിവാഹം കഴിക്കാൻ കുട്ടിക്ക് സമ്മതക്കുറവൊന്നുമില്ലല്ലോ. അവര് സമ്മതിച്ചാ എനിക്ക് കുഴപ്പമില്ല. ആലോചിച്ചിട്ട് പോരെ. ഒരു കുഴപ്പമില്ല. തലയിൽ എന്തോ ഇരിക്കലടാ. അയ്യോ, ഇവിടെ ചേട്ടനോട് പോയി. ഞാൻ തന്നെയാണോ ചേട്ടൻ? അതെ, തലയിൽ വിക്കായിരുന്നു. വിക്ക് മാത്രല്ല, പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവര് ഭയങ്കര വിക്കുണ്ട്. സത്യം. അയ്യേ, കഷ്ണിക്കാരെ എനിക്കിഷ്ടല്ല. സമാധാനായില്ല നിനക്ക്? ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണാണോ? അതാ ചോദിച്ച സമാധാനായില്ല. കുടുംബം നശിപ്പിച്ചില്ലാണോ നീ? നിന്നെ കാണിച്ചു തരാടാ. എന്ത് കാണിച്ചു തരാ?
എന്ത് കാണിച്ചു ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിച്ചാ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലേ നിനക്ക് ഇഷ്ടാന്ന് പറഞ്ഞാ ആ, എനിക്ക് ഇഷ്ടാണെന്ന് ഇത് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. എന്ത് ചെയ്യും? എടാ എന്റെ അമ്മാവനുണ്ടാ, എന്റെ ഒറ്റ അമ്മാവനുണ്ട് നിന്നെ പ്രതികാരം ചെയ്യും. എനക്കൊരമ്മാവനല്ലേ ഉള്ളൂ. എനിക്ക് അവരവരെ പോലെ 5 അമ്മാവന്മാരാണ്. എടാ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത അമ്മാവൻ ആർക്കാണ് ആവശ്യം? എന്റെ അമ്മാവൻ ആരാന്നറിയോ? ആരാ? കരളിയാണ്. കൈരളി. കൈരളിയാ? ഓ കളരി. 18 കളരിയുടെ ആശാനാണ്. അതിന്? ഞാൻ കൊണ്ടുവരൂടാ, നീ എന്നെ നിന്നെ കൊണ്ട് തല്ലിക്കൂടാ. പിന്നെ നീ പോയി കൊണ്ടുവാ ചെല്ലി. പോടാ, പേടിപ്പിക്കലടാ, പോടാ. ആഹാ, പറഞ്ഞ പോലെ അവനിനി കളരിയിൽ ആശാനെ വിളിച്ചിട്ട് വരുവാ. അങ്ങനെയാണെങ്കിൽ ബദലായിട്ട് ഞാൻ ഒരാളെ വിളിച്ചാലാ. എന്റെ കൂട്ടത്തിലെ ആളുണ്ടത് എന്റെ ഒരു അമ്മാവനുണ്ട്. പിന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. സെമ്പായി ഞാൻ വിളിച്ചോട്ട് വരാം. ആഹാ, എന്തേ ഉരുളിയാ കരളിയാ ഏതൊക്കെ വരുമെന്നോട്ടെ. എവിടെ? എടാ 18 കളരിയുടെ ആശാൻ ഓതേനന്റെ ശിഷ്യൻ ഓ. അരിങ്ങോട് അരിഞ്ഞ് തള്ളിയ ആയിക്കോട്ടെ. എന്റെ അമ്മാവൻ രാജരാജ വിജയഗുരുക്കളും പടക്കുറുക്ക് ദേവ് വരണ്ട. എന്നിട്ട് എവിടെയാടാ? ഇവനോട് പ്രതികാരം ചെയ്. കാണിച്ചു തരാടാ. എന്താടാ തീ കൊടുത്ത പോലെ വന്നു. ഇടതു മാറി വലതു മാറി തിരിഞ്ഞു നിന്ന് നീർന്നു നിന്ന് ഒരു ഘടകം മറുകത്തി ഘടകത്തിൽ കിടക്കും എന്റെ കണ്ടാൻകോരൻ കുരുക്കളെ എനിക്ക് ശക്തി തരണേ. ഏതമ്പലത്തിലെ വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാടില്ല എന്റെ അമ്മാവനോട് പടക്കുറുപ്പ്. ആഹാ, 10 പച്ചമുട്ട ഒരു സോഡ വേഗം റെഡി ആയിക്കോ. എന്തിനാ അമ്മാവ? എടാ തല്ല് കഴിഞ്ഞാൽ 10 പച്ചമുട്ട ഒരു സോഡ കുടിച്ചിട്ട് പട്ടിയെ പോലെ 10 കിലോമീറ്റർ ഞാൻ ഓടും. അതാണ് എന്റെ ശൈലി. എന്തിനാ അമ്മാവ? എടാ 18 പേരെ നിന്ന് തല്ലുന്നതാണ് ഞാൻ. അപ്പൊ 19 ഒരാൾ വന്നാലോ? അവൻ നിന്ന് എന്നെ തല്ലും. അതെന്താ? എടാ 18 പേര് തല്ലിക്കഴിഞ്ഞാൽ ഞാൻ നിന്ന് അവശരാവൂലേ? പിന്നെ ഒരുത്തൻ വന്നിട്ട് കൂടായിട്ടും തന്നെ അടിക്കാലോ. അമ്മാവാ, ഇവനാണ് എന്റെ പ്രേമം നശിപ്പിച്ചത്. എന്നെ തൊടാൻ പറ്റില്ല. നിനക്കെന്താ വല്ല കുഷ്ടമുണ്ടോ? അതല്ലെന്ന് എന്റെ പുറകിൽ കറുത്ത കൈയുണ്ട്. നിനക്ക് ആകെ 2 കൈകളേ ഉള്ളൂ. അതല്ല, എന്റെ പുറകിൽ കറുത്ത ഒരാളുണ്ട്. ആരാണത്? സെമ്പായി എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ പേര് കേട്ട ഗസൽ ഗായകൻ. ഓ, അത് ഉമ്പായി. ഇത് സെമ്പായി. സെമ്പായി വിശ്വൻ. തമ്പായിടാ? തമ്പായുടെ ആരുമല്ല, സെമ്പായി വിശ്വൻ എന്റെ അമ്മാവനാണ്. മനസ്സിലായി? കരാട്ടക്കാരൻ ബ്ലാക്ക് ബെൽറ്റ് ഞാൻ വിളിച്ചിട്ടുണ്ട്. കരാട്ടൻ കളരിയും കൂടി ആര് ജയിക്കും നോക്കാം. അമ്മാവാ, ഏത് ഭാഷ എന്നാ? എന്റെ അമ്മാവനെ കണ്ടപ്പോ തന്നെ നിന്റെ അമ്മാവൻ ഭാഷ വരെ മറന്നു പോയടാ. കരാട്ടയുടെ സ്റ്റെപ്പ് കാണിക്കുമ്പോ ഇടുന്ന സൗണ്ടാണ്. കരാട്ടയുടെ ശബ്ദമാണ് പോലെ. തെക്ക വിടറാ. ദിക്കോ? ദിക്കല്ല തെക്ക്. അതെന്തിനാണ്? കുറച്ച് കഴിയുമ്പോ അവനെ തെക്കോട്ടേക്ക് എടുക്കും. അതിനുവേണ്ടി ഒരു കുഴി കുത്താൻ വേണ്ടി അവൻ തെക്കാൻ അന്വേഷിക്കണത്. കൊല്ലണ്ട. ആ തെക്ക് ഭാഗത്ത് ഒരു കസേര എടുത്തിട്ട്. എന്തിനാണ്? 1 മണിക്ക് എനിക്ക് 1 മണിക്കൂർ ഏറി കിടന്ന് കറങ്ങാനുള്ളതാണ്. അയ്യോ, ഏറി കിടന്ന് കറങ്ങാൻ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് ഒന്നും അല്ലല്ല. അമ്മ മേലോട്ട് പോയി ഇയാൾ ആര് തല്ലും? ഉള്ളി മേളിലോട്ട് വരണം. ഉള്ളി മേലോട്ട് എന്റെ പട്ടി വരും. എടാ ഇതൊന്നും നടക്കൂല. ഇവൻ എയറിൽ നിന്ന് കറങ്ങും, ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് കറങ്ങും. രണ്ടുപേരും കണ്ടാലേ തമ്മിൽ തല്ലാൻ പറ്റുള്ളൂ. നമുക്ക് വിട്ടുപോകാം. 18 കളരിയുടെ ആശാനെ, ഉദയന്റെ ശിക്ഷ അരിങ്ങോടനെ കൊന്നവനെ അടിക്കവനാ. എന്താ ലോകനാർക്കാവിൽ അമ്മുമ്മേ ശക്തി തരണേ. ലോകനാർക്കാവിൽ അമ്മയെന്നല്ലേ? അമ്മയൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ ആ തള്ളക്ക് പ്രായമായി. അടിക്ക്. നോക്കാം. 18 കളരി. അപ്പൊ എന്നാ അറിയാം? സൂര്യ നമസ്കാരം അറിയും. ഈസി ആയിട്ട് അറിയാം. അമ്മാവനോട് സൂര്യ നമസ്കാരം കളരിക്കാരായിട്ട് എല്ലാം അറിയാം. കളരിയുടെ സൂര്യ നമസ്കാരം ഒന്ന് കാണിച്ചേ. ഉണ്ണിക്ക് കാണണോ? ഉണ്ണിക്ക് കാണണം. സൂര്യോ നമസ്കാരമുണ്ട്. പറയാലോ? നമസ്കാരം. ആരാ ഗുരു? എന്നെ ആര് കണ്ടാലും ഗുരുവാണ്. അതല്ല, ആരാ ആശാൻ? കുമാരനാശാൻ. ആള് മിടുക്കനാ. പിന്നെ ഈ ഒളിപ്പോര് നടത്തിയിട്ടുണ്ട്. എത്രയോ വട്ടം. അങ്ങ് ഒളിസേവയല്ലേ? ഒളിപ്പോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാടാ. ഞാനും എന്റെ 4-5 പിള്ളേരും കൂടി ഇവിടെ അങ്ങോട്ട് തല്ലാൻ പോകും. അവിടെ 19 പേരുണ്ടാവും. ഈ 50 പേരെ കാണുമ്പോൾ ഞാനൊരു മരത്തിന്റെ മറയിലേക്ക് ഒളിച്ചു നിൽക്കും. എന്നിട്ട് എന്റെ കുട്ടികളോട് പോരെ പോരെ എന്ന് പറയും. ഒളിച്ചു നിന്ന് പോരെ പോരെ എന്ന് പറയുന്നതിനാണ് ഒളിപ്പോരി എന്ന് പറയുന്നത്. പുതിയൊരു അറിവ് കിട്ടി. പിന്നെ എത്ര കാലമായി ഈ കരോട്ടെ പഠിക്കാൻ തുടങ്ങിയിട്ട്? പെറ്റിട്ട സമയം തൊട്ട് ഇതിങ്ങനെ. അത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് പോളിയോ ബാധിച്ചു എന്ന്. അതല്ല, അമ്മ 10-15 ഇഷ്ടിയൊക്കെ ഒറ്റയിരിപ്പിടയ്യോ. പേടിക്കും. 15 പോരാ, ഒരു 85 ഇഷ്ടിയോളം കെട്ടിപ്പണിയും. എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ഇവന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ നല്ലൊരു കൽപ്പണിക്കാരനാണ്. കൽപ്പണിക്കാരല്ല, സിമെന്റും ഇഷ്ടിയൊക്കെ വെട്ടിപ്പൊട്ടിച്ച് ഞാൻ തെളിയിച്ചു തരാം. എടാ, ഒരു ചട്ടി സിമെന്റിന് എത്ര ചട്ടി മണൽ വേണോടാ? 2 ചട്ടി. ഇനി അങ്ങനെ ഒരു ചോദ്യം, നെഞ്ചക്കൊക്കെ ഉണ്ടാ?
നെഞ്ചൊക്കെ ഉണ്ടായിരുന്നു പണ്ട് പയ്യന്മാരൊക്കെ ഇടിച്ചതിന്റെ കൂമ്പൊക്കെ പോയി ഇപ്പൊ ഇച്ചിരി ഉള്ളു നെഞ്ച്. അങ്ങനെയൊക്കെ ഉണ്ട്. ആ നൊഞ്ചൊക്കെ ഉണ്ട് ഉണ്ട്. നോക്കിയാലോ? പോയാലോ? എവിടെ പോകാൻ? ഗുരു അരിങ്ങോടെ കൊന്നവനെ അവരെ തകർക്ക്. മരുമോന്റെ മാനം രക്ഷിക്ക്. അടിച്ചോ. ഒറ്റയ്ക്ക് നാട്ടിട്ടോടാ. ഒറ്റയ്ക്ക് ഒന്നും നോക്കണ്ട. കൊടുക്ക്. അടിക്കാൻ എന്താണ്? എന്ത് ശബ്ദാണല്ലേ? പണി അറിഞ്ഞു തുടങ്ങി പണിക്ക് വന്നെ എന്താണ് ആവശ്യമില്ലാത്ത കളി വെറുതെ നെറ്റിയും പൊളിച്ച്. അമ്മാവ എന്താ ഇത്? മുളച്ചേട്ടാ നോക്കി. മുളച്ചിട്ടൊന്നുമില്ല. കളിയിൽ തലക്കടിയില്ല. തലക്കടിയില്ല കേട്ടോ. തലക്കടി ഒഴിവാക്കിയേക്കാം. കൈക്കടി കൈക്കടി ഒഴിവാക്കി. കിക്ക് ഒഴിവാക്കിയേക്കാം. തല്ല് ഒഴിവാക്കിയേക്കാം. പോയേക്കാം. മർമാണി ചൂണ്ടുമർമാണി പ്രയോഗിക്ക്. ചൂണ്ടുമർമാണി ഇവിടെ കാലും മാണിയായിട്ട് നിൽക്കാൻ പറ്റണില്ല. അതിന്റെ ഇടക്കാണ് ചൂണ്ട് പറഞ്ഞു. അതല്ല പൂഴിക്കടകൻ. പൂഴിക്കടം ഈ പ്രയോഗിക്ക്. സിമന്റ് തറയിലൊന്നും ഞാൻ എന്ത് പൂഴിക്കടകൻ അടിക്കാനാണ്? നീ ഒന്ന് പോയൊന്ന്. ഒന്നും നോക്കരുത്. പഞ്ചി കൊടുക്ക്. പഞ്ചി. മരുമോന്റെ മാനം രക്ഷിക്ക്. അവരുടെ ആശാനെ പഞ്ചി. അതിന് വരുമ്പോ ഗുരുക്കളായ സത്യം കൊടുക്ക്. അമ്മവാ സത്യൽ എന്തോ ഇരിക്കും. മരിയോടെ എന്തായി കാണിച്ചു വെച്ചിരിക്കണേ? നീ നിന്ന് പല്ലിയേരിക്കണടാ. പല്ലല്ലട എന്റെ എല്ലു നുറുങ്ങണേണ് പണ്ടാരോടങ്ങനായിട്ട്. എഴുന്നേക്കാൻ പറ്റണില്ല. ഇത് ഊരിക്കത്. വലിക്കല്ലും വലിക്കല്ലേ. കോംപ്രമൈസ്. അല്ല ഇതുകള് ചത്തു. പിടിച്ചേ. അമ്മേ പതുക്കെ. എഴുന്നേക്ക്. എഴുന്നേക്ക്. എടാ പന്നി കരാട്ടയിൽ ഇങ്ങനെയൊന്നും ഇല്ലടാ. കോംപ്രമൈസ് ചെയ്ത് നന്നായി അല്ലെങ്കിൽ കൊന്നു ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ല. ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തല്ല. നിങ്ങൾ അടിച്ചോ? അടിക്ക്. അടിച്ചോ? പിന്നെ ഇനി ഇടിക്കണം. ആശാനെ അതൊന്നും ഇല്ല കേട്ടോ. നേരത്തെ കാണിച്ചൊന്നുമില്ലേ? വിജയനൊരു ചവിട്ടി വിട്ടി നിന്നാലുണ്ടല്ല ആന വന്ന് കുത്തിയാലും അനങ്ങൂല. അമ്മാവ ഇനി ഒന്നും നോക്കണ്ട. നേരെ കിക്ക്. കിക്ക്. അമ്മാവ കേക്കണം. അമ്മാവ എന്താണ് അപ്പൊ അപ്പുറത്തെ ചെവി. അത് പോയി അത് അടിച്ചു പോയി. ഇനി ഒന്നും നോക്കണ്ട. നേരെ കിക്ക്. കിക്ക്. ദിക്കറിയാതെ കൂടെ വട്ടം കറങ്ങിക്കുമ്പോഴാണ്. അമ്മാവാ ചാടി ചവിട്ട്. ചാടി ചവിട്ട്. പന്നി എന്റെ ചെവി ഞാൻ മനഃപൂർവ്വം അടിച്ചല്ല. കൈ അറിയാതെ കൊണ്ടാണ്. എടാ എന്തോ അടങ്ങനെ പിടിച്ചോണ്ടിരിക്കണ കാര്യം പറ. ഞാൻ മനഃപൂർവ്വം അടിച്ചല്ല. കൈ അറിയാതെ കൊണ്ടതാണ്. കൊണ്ടിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊണ്ടിട്ടില്ല. ഭാഗമൊക്കെ അടിച്ചു എന്തോ ഒന്നും കേക്കല്ലേ. സാറിന്റെ കോംപ്രമൈസ് ചെയ്യാൻ ചായ കുടിച്ചാണോ? അതെ അവര് ശ്രദ്ധിക്കണുണ്ട്. 18 കളർ ആശാനെ. കുറെ നേരെ 18 കളറുടെ ആശാൻ. എന്ത് കാര്യത്തിന് ഇപ്പൊ തല്ലുപിടിക്കണത്? ഞങ്ങളീട്ട് ഈ തമ്മി തല്ലിക്കണ കാര്യം എന്താണ്? അവന്റെ തലയിരുന്നൊരു സാധനം തട്ടിക്കളഞ്ഞു. അരെ അവൻ തലയൊക്കെ സാധനം അതല്ല പിന്നെ എന്റെ തലയിൽ വെക്കണ ഒരു സാധനം അവൻ തട്ടിക്കളഞ്ഞു. തൊപ്പിയാണോ? തൊപ്പി അവൻ വെക്കാറില്ലല്ലോ. പിന്നെ തലയിലൊക്കെ ഇങ്ങനെ വെക്കല്ലേ ഒരു സാധനം. ഹെൽമെറ്റ്. ഹെൽമെറ്റ് ഞാൻ ബൈക്ക് ഓടിക്കുമ്പോ വെക്കണല്ലേ. അമ്മ തലയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫിറ്റ് ചെയ്യല. കിരീടം വെക്ക ഞാൻ രാജാവാ. ഞാൻ നിക്കാണ്. നിക്കെന്നല്ല അമ്മാവാ. മര്യാദക്കാൻ പറഞ്ഞാലും പറഞ്ഞിട്ട് എന്നിട്ട് നീ എന്നെ വിൽക്കാൻ വിൽക്കാനല്ല പറഞ്ഞത്. അമ്മാവ എന്റെ തലയിരിക്കണ വിഗ് അവൻ തട്ടിപ്പറിച്ചെന്ന്. ഇത് വിൽക്കാനില്ല. ഇതിന്റെ പ്രശ്നം പറഞ്ഞാൽ തന്നെ ഞാൻ ഒരു മരുമോൻ ഒരു അമ്മാവനൊക്കെ ഇങ്ങനെ തല്ലുന്നതൊക്കെ കഷ്ടമാണ് കാണിക്കുന്നത് കേട്ടോ. വളയാ പോട്ടളിയാ പോട്ടളിയാ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ലല്ലോ. ഒരു കളരിയാശാനല്ലേടാ ഇങ്ങനെയൊക്കെ. അളിയ ഒരു കളരിയാശാനല്ലേ. ക്ഷമിക്കും. ഞാൻ കളരിയൊന്നുമല്ല. ഞാൻ അമ്പലത്തിലെ ശാന്തിയാണ്. അതൊക്കെ എന്റെ അമ്മാവൻ കരാട്ടെ. ആര് പറഞ്ഞു ഞാൻ കരാട്ടെ? മേശ്വരി വിശ്വനാഥൻ. കരാട്ടയല്ലേ? ഞാൻ എന്തോരം പേടിക്കല് പേടിച്ചപ്പോ
പിടിക്കരുത്. പലവിധ രോഗങ്ങളുള്ളതാണ്, പിടിക്കരുത്. ഇതൊന്നും നോക്കണം, പിടിച്ചോ. ആരോടിക്കാൻ ഇതെന്താണ് ഈ കാണുന്നത്? എന്താ കാണുന്ന ഇത്? ഓണത്തല്ല, ഓണമല്ലേ, ഓണത്തിന്റെ പ്രാക്ടീസ് എടുത്തിട്ടിരിക്കുക. അതൊക്കെ പോട്ടെ, ചേട്ടൻ എന്റെ വീട്ടിൽ സംസാരിച്ചോ? അപ്പൊ കഷണ്ടിക്കാരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ എന്റെ കാര്യം എന്തോ? എടാ അവൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ. അതെ. അവളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കണത്. അതെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അവൾക്കൊരു സുന്ദരിയായ അനിയത്തിയുണ്ട്. അവളെ നിനക്ക് പോരെ? ഉറപ്പാണോ? അത് ഞാൻ റെഡിയാക്കി തരില്ലേ? ഉറപ്പാണോ? ഉറപ്പ്. നീ വാ, നമുക്ക് പോവാം. വാ. നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോവാം. ഞങ്ങള് എടാ നീ നേരെ നിന്റെ പല്ല അനങ്ങലേട്ടാ പൂട്ട് മുറുകിക്കൊണ്ടിരിക്കുള്ളൂ അനങ്ങിക്കഴിഞ്ഞാല്. എന്തായാലും പിള്ളേരുടെ കാര്യമൊക്കെ ഭംഗിയായിട്ടങ്ങ് കടന്നു പോയി. അത് തന്നെ ഒരു വലിയ സന്തോഷം. ഹലോ, എന്തായത് പരിപാടി? എന്തായത്? അല്ല, ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടേ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഈ പൊസിഷനില് ചർച്ചക്ക് വന്നതാ ഞങ്ങൾ. നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ ചർച്ച ചെയ്യണേ? ഓ, 2 സോളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. മുഖത്തോട് മുഖം നോക്കിയൊക്കെ ചർച്ച ചെയ്യണമെന്നുണ്ട്, പക്ഷെ പെട്ടുപോയി. എങ്ങനെ പെട്ട സംഭവം എന്താണിത്? ഈ സ്മാള് കഴിച്ചോണ്ടിരുന്നപ്പോ ഇവൻ എന്തോ ഒരു കുഞ്ഞു കുരുക്ക് പോലെ കാണിച്ച്. ഞാനേ ഇടൂരോ ഇതൊക്കെ ജീവനുണ്ടാ? പിന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനേ കളരിയാണേ. അപ്പൊ ആ കളരിയുടെ ഇതിനകത്ത് ഞാനൊരു മലമ്പൂട്ട് പൂട്ടിയതാ. അടിപ്പം പൂട്ടാ പൂട്ടിയത്. ഇപ്പൊ എങ്ങനെ നിങ്ങളൊന്ന് എഴുന്നേറ്റായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു. നോക്കട്ടെ. അരിക്കുന്ന ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്നു ഇപ്പൊ എന്റെ കയ്യിൽ ആര് കയറി പിടിച്ചത്? അതെന്റെ കയ്യാണ്. ഞാൻ ഇളക്കാൻ വന്ന ആളാണിത്. എന്നെങ്ങനെ പൂട്ടരുതെന്നു. എന്റെ കയ്യിൽ നിന്ന് വിട്. നിങ്ങൾ ഞങ്ങളെ വിടുന്നത്. നിക്ക്, ഞാൻ ഇപ്പൊ ചുരണ്ടത് ആരാ കൈ? എന്റെ ബാക്കിലാണ്. നിന്റെ ബാക്കിലാ? നിന്റെ ബാക്കിൽ എന്റെ കൈ വന്നില്ല. നിന്റെ ഞാൻ ഇപ്പൊ ചുരണ്ടത് ആരാ? എന്റെ മോതിര വിരലിൽ പിടിച്ചേക്കണ ആരാണ്? അത് ഞാനല്ല, അത് ഞാനാണ്. അത് കള്ളനാണ്. അവന്റെ മോതിര വല്ല അറിയാവോ എനക്ക്? അപ്പൊ ഈ കടി ആരുടെയാണ്? ഇല്ലേ, നിശബ്ദമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ആദ്യം എങ്ങനെയാണ് ഈ കുരുക്ക് വീണെന്ന്. അതെ, അന്നേരത്തെ ഒരു വാശിക്ക് ഞാനങ്ങോട്ട് കയറി ഇട്ടതാണ്. എനിക്ക് ഒന്നും ഓർമ്മ കിട്ടണില്ല. ഇല്ല, ഞാൻ ഒന്ന് ഓർത്തോട്ടെ ആദ്യം എങ്ങനെ കയറ്റിയത്. ഒന്ന് അതൊന്ന് ഊരി നോക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കാണിച്ചുകൊണ്ടിരുന്ന എനിക്കിത് ഊരിപ്പോണ്ടേ? അയ്യേ, ഇങ്ങനെയൊന്നും കാണിക്കില്ല. എന്നോടായിരുന്നു എന്റെ ഇടയിൽ വന്ന് കയറാൻ പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സമാനപരമായിട്ട് അതെ, നിങ്ങൾ എന്താ പരിപാടിയാ കാണിക്കണേ? അതെ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ കളരിക്കാരനാണെന്ന്. ഞാനൊരു ബൂട്ട് ഇട്ടതായി കാണുന്നത്. ഇതിപ്പോ ഇളക്കാൻ ആർക്കെങ്കിലും അറിയാവോ? ബൂട്ടിടാൻ അറിഞ്ഞൂടാ, ഊരാൻ എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ, ആർക്കെങ്കിലും ഇതുപോലെ ഇളക്കി പരിചയമുള്ള ആളുണ്ടെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്റെ അച്ഛനാ എന്നെ പഠിപ്പിച്ചത്. മതി, അച്ഛനെ വിളിച്ചോണ്ടിരാ. അച്ഛൻ വരൂല, അങ്ങനെ ഇങ്ങനെയൊന്നും വരൂല അച്ഛൻ. അതെന്താ, വാശിക്കാരനാ? വാശിക്കാരനായിട്ടൊന്നും അല്ല, പുള്ളി അത്തട്ട് 10-12 വർഷമായി. വേറെ ആരെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കണം, മാറിത്തരണം. അച്ഛനെ പഠിപ്പിച്ചത് വലിയച്ഛനാണ്. മതി, വലിയച്ഛൻ മതി, ഞാൻ പോയി കൊണ്ടുവരാം. അങ്ങനെ ഇങ്ങനെയൊന്നും വലിയച്ഛൻ വരൂല. കണിച്ചക്കാരനാ? അതൊന്നും അല്ല. വാശിക്കാരനാ? വാശിക്കാരനും കണിച്ചക്കാരനായിട്ടൊന്നും അല്ല. പിന്നെ തളർന്ന് കിടക്കാണ്, തളർവാദം പിടിച്ച് കിടക്കാണ്. എങ്ങനെ ഇത് തളർന്നു പോയത്? 10-12 വർഷം മുമ്പേ അച്ഛനും വലിയച്ഛനും കൂടി 1-2 പറഞ്ഞ് തർക്കിച്ച് ഇതുപോലെ പൂട്ടിട്ടാ. ഈ സെയിം പൂട്ടിട്ടതാ. അച്ഛൻ മരിച്ചുപോയി, വെല്ലിച്ചൻ നടന്നും പോയി. അന്ന് കിടക്കണ വെല്ലിച്ചൻ. ഓഹോ, അപ്പൊ അന്ന് അച്ഛൻ മരിച്ചു സ്പോട്ടിൽ മരിച്ചു പോയി. തളർന്നത് വലിയച്ഛനാണ്. വലിയച്ഛൻ. ഇതിപ്പോ നിങ്ങളിപ്പോ ആരാ മരിക്കുന്നത്? ഇവൻ മരിക്കും, ഞാൻ തളർന്ന് കിടക്കും. ആണോ? അതെന്താ അത്ര ദൃഢമായിട്ട് പറയാൻ കാര്യം? അല്ല, എനിക്ക് പണ്ടേ ഒരു തളർച്ച ഉള്ളതാണ്. ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് നോക്കിയേട്ടാ. എനിക്ക് ഞാൻ അമ്പലത്തിലെ ശാന്തിയാണ്, എനിക്ക് നട തുറക്കാനുള്ളതാണ് വൈകുന്നേരം. നിങ്ങൾ എന്താ ചെയ്യണേ? ഞാൻ അങ്ങനെയൊന്നുമില്ല. പണിക്കോണം. ശാന്തേ മാധുരിയൊക്കെ അവിടെ കാത്തിരിക്കും. വൈകിട്ട് പണിക്ക് പോകണ്ടേ? സംഭവം എന്താന്നറിയോ? ഇത് ഊരാൻ പറ്റൂല. അത് എന്തു പറ്റി? ഇത് ശരിക്കും പടഞ്ഞു പോയി. മറ്റേ കൊടിവള്ളി ഇല്ലേ, കൊടിവള്ളി പോലെ എല്ലാത്തിലും കയറി പടന്നു പോയി. ഇനി ഇത് പിന്നെ കട്ട് ചെയ്യണ ഒറ്റ മാർഗേ ഉള്ളൂ. കൊടിയൊക്കെ ഇങ്ങനെ പടർന്നു പോയി കഴിഞ്ഞാൽ നമ്മള് മൂടാണ് കട്ട് ചെയ്യണം. ഇവിടെ വെച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് പറ്റൂല. പിന്നെ ഇത് അല്ലാതെ ഇത് കുരുക്കെടുക്കാൻ പറ്റൂല. എന്ത് ചെയ്യും ദൈവമേ? സമാധാനമായി. ഇത് നിങ്ങൾ കൊണ്ടുവച്ചതാണ്? കല്യാണക്കാരൊക്കെ ഓക്കെ? കല്യാണം ഓക്കെ. ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം? ഇവന്റെ കല്യാണം ഉറച്ചല്ലേ 3 ഫുള്ളായി എടുത്തേക്കണത്. ഞങ്ങൾ മേടിക്കാൻ വേണേ, വേണമെങ്കിൽ വാ. ഇതെങ്ങനെ, ഇതാരെടുത്തത്?
അത് അറിയില്ല, പുള്ളെന്ന് കേട്ടപ്പോ അറിയാതെ പോന്നു. അത് ശരി. ഓണമൊക്കെ അല്ലേ, അപ്പൊ രണ്ടെണ്ണം അടിക്കണമെങ്കിൽ വേണേ പോരെ. ഇല്ല, വേണമെങ്കിൽ ആ പൂട്ടി ഞാനൊന്ന് പഠിപ്പിച്ചു തരാട്ടാ. അയ്യോ വേണ്ട. ഏതാ സാധനം? ഏതാ സാധനം? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മമ്മൂട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ഭയഭക്തി ബഹുമാനം. അതുണ്ടോടെ നിനക്ക്? ഇന്ന് കൊണ്ട് നിർത്തിക്കൊള്ളണം. ചോദിച്ചോ? സൈക്കോളജിക്കലി പറയേണ്ട ഒരു ഉത്തരവെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ട്. ഇതാ വീണ്ടും രണ്ട് താരങ്ങളും ഇവിടെ എത്തിയിരിക്കുകയാണ്. അവരുടെ ചെറിയ വിശേഷങ്ങളും കുറച്ച് പെർഫോമൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരോടും കുറച്ച് ചോദ്യങ്ങളുണ്ട്. മമ്മൂട്ടി എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം ഭയഭക്തി ബഹുമാനം. എനിക്ക് വയ്യ. അതുണ്ടോടെ നിനക്ക്? ആ പേരിനോടെ ഉള്ളൂ. ആ പേരിനോട് മാത്രം. ശരി, മക്ബൂൽ രണ്ട് നുണ പറയൂ പെട്ടെന്ന്. മക്ബൂലിന്റെ എനിക്ക് രണ്ട് നുണ പറയാൻ. നന്നായിട്ട് അവനെയൊക്കെ അറിയാം. അടുത്തത് ഞാൻ അതിന് നന്നായിട്ട് ഡാൻസ് ചെയ്യും. അതിൽ നന്നായി ഡാൻസ് ചെയ്യും. രണ്ട് നുണ പറഞ്ഞു കഴിഞ്ഞു. ഇനി അപ്പോ അഞ്ജനയോടാണ് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ. ടൈറ്റാനിക് മൂവിയിൽ റോസിന്റെ ക്യാരക്ടർ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ജാക്കായിട്ട് ആരെയായിരിക്കും സെലക്ട് ചെയ്യാം? സുരാജ് പറയ്. ഞാനെന്ന് പറയും. അടുത്ത ചോദ്യം. ഒരു ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ ഐശ്വര്യ റായി മാറിയിരിക്കും. എന്തായിരിക്കും ആദ്യം ചെയ്യും? ആത്മഹത്യ യന്ത്രൻ 2 ചെയ്യും ഞാൻ. എന്തിനും ടൂ ചെയ്യും. ഞാൻ വിചാരിച്ച അഭിഷേക് ബച്ചൻ കോഫി കൊണ്ട് കൊടുക്കുമായിരിക്കും. വക്കീലിന് വരാൻ സാധ്യതയുള്ളൊരു രോഗം. വക്കീലിന് വരാൻ സാധ്യതയുള്ള രോഗം. സൈക്കോളജിക്കലി പറയേണ്ട ഒരു ഉത്തരവെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വക്കീലിന് വരാൻ സാധ്യതയുള്ള രോഗം. പെട്ടെന്ന് പറയണം, പെട്ടെന്ന് പറയണം. ആർക്കും പറയാനില്ല? ആർക്കറിയാം? ഓഡിയൻസിന് അറിയോ? എല്ലാം ഞാൻ തന്നെ പറയണമെന്ന് വെച്ചു. വാദം. ഓഡിയൻസ് വാദം. വാദം. ഇതിപ്പോ എത്ര എപ്പിസോഡായി? സത്യം ഞാൻ കുറച്ച് നാൾ അല്ല എന്നോട് ക്ഷമിക്കണം. എന്താണെന്നറിയോ, ഞാൻ കുറച്ച് നാള് ഇവിടെ കാനഡയിൽ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങുമായിട്ട് പോയി. അപ്പൊ അതിന് പോയിട്ട് വന്ന് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്ന എപ്പിസോഡാണ് ഇന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇടയ്ക്ക് ഒരു കുറച്ച് എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു. അതിലെന്റെ പൊന്നു ഇതുപോലെ ഇട്ട് വധിക്കുന്നത്. ഇന്ന് കൊണ്ട് നിർത്തിക്കൊള്ളണം. ചോദിച്ചോ? അല്ല, എന്ത് വേണോ ഇന്ന് ചോദിച്ച് നിർത്തിക്കോ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അപ്പൊ തന്നെ വാതിലടയുന്ന സ്ഥലം. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ ഇമ്മീഡിയറ്റ്ലി അതിന്റെ വാതിലടയും. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. വാതില് വായൊന്നുമില്ല. പെട്ടെന്ന് ഇതിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ പലരുടെയും വായ അടയ്ക്കേണ്ടി വരും. പെട്ടെന്ന് പറയും, ഉത്തരം പറയും. എനിക്ക് ഇങ്ങനെ ഒന്ന് കേൾക്കും. അറിയാം ഓഡിയൻസ്? അറിയാമെങ്കിൽ പറയും. ഇതും കൂടെ ഞാൻ തന്നെ പറയാം സുരാജ് ചേട്ടാ. എലിപ്പെട്ടി. എലിപ്പെട്ടിയോ? ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ട് തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശരിക്കും നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണോ ഈ കളരിയും കൂടെ പഠിച്ചത്? ചാടിക്കുത്തി ചവിട്ടി മലത്തി എടുത്തുമാർ വലത്തടിച്ച് എന്നെ അടിച്ച് ഞാൻ വീണ് കണ്ണടച്ച്. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദിലത് ജിമാർട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കുസൃതി ചോദ്യങ്ങളും നർമ്മം കലർന്ന ആൻസറും ഒക്കെ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ എന്തായാലും ഇനി ഗംഭീരമാകണമെങ്കിൽ ഒരു പാട്ടും കൂടി വേണം. പാട്ടും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. ശരിക്കും നന്നായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? പാട്ട് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ ഈ കളരിയും കൂടെ പഠിച്ചത്?
ഈ പാട്ട് അറിയാന്നുള്ളതാണ് കളരി കൊച്ചു കള്ളൻ എല്ലാം മനസ്സിലാക്കി കളഞ്ഞു. അതല്ല, പാട്ട് പാടുമ്പോ ആരെങ്കിലും തിരിച്ചു ചോദിക്കുമ്പോ ചാടിക്കുത്തി ചവിട്ടി മലത്തി എടുത്തുമാര് വലത്തടിച്ച് എന്നെ അടിച്ച് ഞാൻ വീണ് കണ്ണടച്ചു. അപ്പൊ അത്രയ്ക്ക് മോശമാണല്ലേ? അത്രയ്ക്ക് മോശമാണ്. അയ്യോ നന്നായിട്ട് പാടി. ഞാൻ വെറുതെ തമാശ ചോദിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും സമയം മക്ബൂൽ സൽമാനും അതുപോലെ തന്നെ അഞ്ജന മേനോനും ഇവിടെ എത്തി അവരുടെ പടത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചു, അവരുടെ ഒരുപാട് രഹസ്യങ്ങൾ പങ്കുവച്ചു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിരി അരങ്ങ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദന ജിമാർട്ടിന്റെ രസകരമായ മറ്റൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ വീണ്ടും നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. ഞാൻ കാണും നേരം തൊട്ടേ നീ എൻ പെണ്ണ്, കണ്ണാലെ കണ്ണാലുള്ളം കവരും പെണ്ണ്. ഓലത്തുമ്പത്തിരുന്നു ഞാലാടും ചൊല്ലപ്പെങ്കിൽ ഇനി മുതൽ നമ്മുടെ പഞ്ചായത്തിൽ ഉറക്കമില്ലാത്ത നാളുകായിരിക്കും. നിങ്ങൾക്കല്ല, എനിക്കുമല്ല, പട്ടിപിടുത്തക്കാരൻ കൃഷ്ണൻകുട്ടിക്ക്. കൃഷ്ണൻകുട്ടിക്ക് വളരെ സന്തോഷം എന്റെ പേരിൽ കീ ചെയിനൊക്കെ ഇറക്കിയാല്. നമുക്ക് അടി തന്ന് വളർത്തി സിനിമയിലേക്ക് കൊണ്ടുവന്ന ആളാണ്. 100 പട്ടിയുടെ ശവം കാണാണ്ട് ഞാൻ വൗച്ചറിൽ ഒപ്പിടില്ലടാ മോനെ. ഈ സകലകലാവലവൻ എബ്രഹാം കിരിക്കുള വർഗീസ് ജീവിച്ചിരിക്കുമ്പോ പട്ടികളെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. മൈക്കിൾ ജാക്സൺ എന്ന് വിളിക്കാറുണ്ട്, മാഗി നൂഡിൽസ് വിളിക്കാറുണ്ട്. മാഗി നൂഡിൽസ് മുടിയുടെ പേരാ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് തോന്നുന്നു അറിയാം. നമ്മളെ എക്സ്പയറി ഡേറ്റ് പറഞ്ഞ ബ്രഷ് ഇല്ലേ, പണ്ട് പപ്പയുടെ സ്വന്തം അപ്പൂസില് ശരിക്കും ശങ്കരാടി ചേട്ടൻ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് മുണ്ടയച്ച് കാണിക്കും. അല്ല